10 low budget grooming products. നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട 10 ഗ്രൂമിംഗ് പ്രോഡക്ട്സിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ പരിചരിക്കുവാൻ വേണ്ടി, നിങ്ങളുടെ ശരീരത്തിന്റെ ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, ഹൈജീനിക് ആയിരിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് ലോ ബജറ്റിൽ തന്നെ വാങ്ങി സൂക്ഷിക്കാവുന്ന 10 ഗ്രൂമിംഗ് പ്രോഡക്റ്റുകളെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ശരീരം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ സ്വാഭാവികമായിട്ടും തന്നെ ട്രെയിൻഡ് ആണ്, അവരത് വാങ്ങിയിട്ടുണ്ടാവും. എന്നാൽ പുരുഷന്മാർക്ക് ഉപയോഗിക്കുവാനുള്ള പ്രധാനപ്പെട്ട ഗ്രൂമിംഗ് പ്രോഡക്റ്റുകളെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. സാധാരണ രീതിയിൽ സോപ്പ്, ചീപ്പ്, ഷാമ്പു, കണ്ടീഷണർ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കും. എന്നാൽ കൂടുതൽ ആളുകളുടെ കയ്യിൽ ഇല്ലാത്തത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടൊന്നും ശ്രദ്ധിച്ചിട്ടേ ഇല്ലാത്ത അത്തരത്തിലുള്ള ചില പ്രോഡക്റ്റുകളെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. ഒന്നാമത്തെ സാധനമാണ് സ്റ്റീമർ. ഒരു 200, 300, 400, 500 രൂപയുടെ ഒക്കെ വില വരുന്ന ഒരു സാധനമാണിത്. നമ്മളുടെ ഫേസിനെ സ്റ്റീം കൊള്ളിക്കുവാൻ വേണ്ടി, ആവി പിടിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള മെഷീൻസ് ആണ്. നിങ്ങൾക്കിത് ഓൺലൈനിൽ തന്നെ വാങ്ങാൻ കഴിയും. കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ മുഖത്തിന് എന്നും ഒരു നേരം അല്ലെങ്കിൽ 2 നേരം ആവി കൊള്ളിക്കുവാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. ഫേസിന് ആവി കൊള്ളിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഫേസിന് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യമാണ്. ഇത് സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. നമ്മുടെ മുഖത്തിലേക്ക് ഒരുപാട് ചൂട് തട്ടിക്കരുത്, ദൂരെ പിടിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല രീതിയിൽ ഒരു സ്റ്റീം ബാത്ത് ചെയ്യുന്നത് നിങ്ങൾക്കൊരു ഫ്രഷ്നെസ് ഉണ്ടാക്കിയെടുക്കും. മാത്രമല്ല ഒരുപാട് തരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസിനെല്ലാം ഇത് വളരെ അത്യുത്തമമാണ്. സ്റ്റീം ബാത്ത് എന്ന് പറയുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള എന്നാൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാനുവലായിട്ട് സ്റ്റീം ഉണ്ടാക്കിയിട്ട് അതിൽ മുഖം കാണിച്ചുകൊണ്ടാണ് സ്റ്റീം ബാത്ത് എല്ലാം ചെയ്തിരുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഇതിന് പുതിയ മെഷീനറികളൊക്കെ ഉണ്ട്. അതായത് ചെറിയ ചെറിയ ഗാഡ്ജറ്റ്സ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഓൺലൈനിൽ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത്തരത്തിലുള്ള സ്റ്റീമറുകൾ. രണ്ടാമത്തെ പോയിന്റാണ്, നിങ്ങളുടെ കയ്യിൽ 2 തരം ട്രിമ്മറുകൾ വേണം. എന്തിനാണ് ഈ 2 തരം ട്രിമ്മറുകളെ കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു ട്രിമ്മർ നിങ്ങളുടെ മുഖത്ത് ഉപയോഗിക്കുവാനുള്ളതാണ്. നിങ്ങളുടെ താടി, മീശ അല്ലെങ്കിൽ ഹെയറിന്റെ സൈഡുകൾ ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഫേസിൽ ഉപയോഗിക്കുന്ന ട്രിമ്മറാണ് ഒന്ന്. മറ്റൊരു ട്രിമ്മർ നിങ്ങളുടെ ബോഡിയിലുള്ള രോമങ്ങൾ ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, മുഖത്തിലല്ലാതെ മറ്റെല്ലാ ഭാഗത്തെയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ട്രിമ്മർ സെപ്പറേറ്റ് ആയിട്ട് വേണം. നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ശരീരത്തിൽ എല്ലാ ഭാഗത്തും ഉപയോഗിക്കുന്ന അതേ ട്രിമ്മർ തന്നെ നമ്മുടെ ഫേസിലും നമ്മൾ ഉപയോഗിക്കരുത്. അതൊരു ഹൈജീനിക് ലൈഫ് സ്റ്റൈൽ അല്ല. ഫേസിന് വേണ്ടി ഒരു ട്രിമ്മറും പിന്നെ ബോഡിയുടെ മറ്റെല്ലാ ഭാഗങ്ങൾക്ക് വേണ്ടി വേറൊരു ട്രിമ്മറും നമ്മുടെ കയ്യിൽ വേണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പുതിയ ട്രിമ്മർ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ ട്രിമ്മറിൽ പുതിയ ബ്ലേഡ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ബോഡി ഷേവിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. മൂന്നാമത്തെ സാധനം നിങ്ങളുടെ കയ്യിൽ വേണ്ടത് SFS. അതെന്താണ് SFS? അതാണ് സ്ക്രബ്, ഫേസ് വാഷ് ആൻഡ് സിറപ്പ്. ഇതിന്റെ ഒരു കോമ്പിനേഷൻ നമ്മുടെ കയ്യിൽ വേണം. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, നിങ്ങളുടെ മുഖത്തിന് യോജിക്കുന്ന ഏതെങ്കിലും ഒരു കമ്പനിയുടെ നല്ല പ്രോഡക്റ്റ് വാങ്ങി വെക്കണം. ഇത് നിങ്ങൾ പുറമേയൊക്കെ പോയി വരുന്ന സമയത്ത് ഒരുപാട് അഴുക്ക് നിങ്ങളുടെ മുഖത്തിലെല്ലാം ബാധിക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങളുടെ മുഖത്തിനെ പരിചരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം. സ്ക്രബ് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ മുഖത്ത് പറ്റിപ്പിടിച്ചിട്ടുള്ള അഴുക്കിനെല്ലാം സ്ക്രബ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് നല്ലപോലെ കഴുകിയെടുക്കണം. അതിനുശേഷം സിറപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ മുഖത്ത് ലാസ്റ്റ് ഒരു ചെറിയ മസാജ് കൂടെ ചെയ്യണം. ഇത്രയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിന് പുറമെ പോയിട്ടൊക്കെ ഉണ്ടാകുന്ന ആ ഡൾനെസ്, ആ അഴുക്ക് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാൻ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അതാണ് SFS. ഫ്രണ്ട്സ്, നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉള്ളിൽ നിങ്ങൾ നോ എന്ന് പറയണം എന്ന് വിചാരിക്കുന്ന ചില ഘട്ടങ്ങളിൽ നോ എന്ന് പറയാൻ പറ്റാതെ യെസ് എന്ന് പറയാറുണ്ടോ? മറ്റുള്ളവരുടെ എല്ലാ കാര്യങ്ങളിലും അവരെ തൃപ്തിയാക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ സംസാരിച്ച് ജീവിച്ചിട്ട് നിങ്ങളുടെ സ്വന്തം സന്തോഷം മറ്റുള്ളവർക്ക് വേണ്ടി ബലി കഴിക്കാറുണ്ടോ? എങ്കിൽ നിങ്ങളൊരു വൈകാരികതയുടെ തടവറയിലാണ് ജീവിക്കുന്നത് എന്നാണ് അർത്ഥം. അതായത് നിങ്ങൾ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി ജീവിക്കുന്നു, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല എന്നാണ് അർത്ഥം. ശരിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നോ പറയേണ്ട ഘട്ടങ്ങളിൽ വ്യക്തമായിട്ട് നോ പറയാൻ പഠിക്കണം. എന്നാൽ ഇതിന് നമുക്കൊരു ട്രെയിനിങ് വേണം. അതിനുവേണ്ടിയാണ് ഹൗ ടു സേ നോ എന്ന പുസ്തകം നമ്മൾ പഠിക്കേണ്ടതിന്റെ ആവശ്യം. 76 മിനിറ്റുള്ള ഇതിന്റെ ഒരു ഓഡിയോ ബുക്ക് സമ്മറി ഞാൻ ഈയിടെ കുക്കു FM-ൽ നിന്നും കേട്ടിരുന്നു. നോ പറയേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നും എങ്ങനെയാണ് നോ പറയേണ്ടതെന്നും വ്യക്തമായിട്ട് ഈ പുസ്തകത്തിന്റെ ഓഡിയോയിൽ നിന്ന് എനിക്ക് കിട്ടി. അതുകൊണ്ട് നിങ്ങൾക്കിത് സജസ്റ്റ് ചെയ്യാണ്. കുക്കു FM-ൽ നിന്ന് ഇതുപോലെയുള്ള ധാരാളം ഓഡിയോ ബുക്ക് സമ്മറീസിന്റെ ഒറിജിനൽസ് നിങ്ങൾക്ക് ലഭിക്കും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് കുക്കു FM-ന്റെ 1 month മെമ്പർഷിപ്പ് ഇപ്പോൾ തന്നെ എടുക്കുക. ഞങ്ങൾ ഈ TGM50 എന്ന കൂപ്പൺ കോഡ് നിങ്ങൾക്ക് നൽകുകയാണ്. ഈ കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളിപ്പോൾ കുക്കു FM-ന്റെ 1 month സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50% മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതായത് വെറും 49 രൂപയ്ക്ക് നിങ്ങൾക്ക് കുക്കു FM-ന്റെ 1 month സബ്സ്ക്രിപ്ഷൻ, അൺലിമിറ്റഡ് ഓഡിയോ ബുക്ക് സമ്മറീസ് ആൻഡ് ഒറിജിനൽസ് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസും ലിങ്കും പരിശോധിക്കുക. കുക്കു FM-ന്റെ മെമ്പർഷിപ്പ് ഇപ്പോൾ തന്നെ എടുക്കൂ. അറിവിന്റെ ലോകത്തിലേക്ക് നിങ്ങളുടെ ആദ്യത്തെ ചുവട് വെക്കൂ. കം ബാക്ക് ടു ദ വീഡിയോ. നാലാമത്തെ സാധനമാണ്, നിങ്ങളുടെ കയ്യിൽ ഹെയറിലും ബിയർഡിലും എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ല ഓയിൽസ് വേണം. ഈ ഓയിൽസ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് ബിയർഡ് ഗ്രോത്ത് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കുന്ന തരത്തിലുള്ള നല്ല ഓയിലുകളാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല ബ്രാൻഡ് ഓയിലുകൾ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഇത് നിങ്ങൾ ആഴ്ചയിൽ 1-2 തവണ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യേണ്ടതാണ്. ചെറിയ തോതിലൊക്കെ ആണെങ്കിൽ ഡെയിലി നിങ്ങൾക്കൊരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. ഇനി നിങ്ങൾ ഇങ്ങനെയുള്ള ഓയിലുകളൊന്നും അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ആവണക്കെണ്ണയോ ഇങ്ങനെ എന്തെങ്കിലും എണ്ണയോ ഉപയോഗിക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ മുഖത്തിലുള്ള രോമങ്ങൾക്കെല്ലാം ഒരു സ്ട്രെങ്ത് കൊടുക്കുവാനും ഒരു ഗ്ലൈസിങ് കൊടുക്കുവാനും
ഒരു ബ്ലാക്ക് കളർ മെയിൻറ്റെയിൻ ചെയ്യുവാനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അഞ്ചാമത്തെ സാധനമാണ് നിങ്ങളുടെ കയ്യിൽ ഒരു കുപ്പി ഡെറ്റോൾ വേണം. ഞാൻ ഈ പറയാൻ പോകുന്നത് ഡെറ്റോളിന്റെ ലിക്വിഡ് ഫോമിലുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ്. ഡെറ്റോൾ സോപ്പാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, പക്ഷേ ഏറ്റവും നല്ലത് ഡെറ്റോൾ ലിക്വിഡ് തന്നെയാണ്. നിങ്ങളുടെ സ്കിന്നിൽ പിമ്പിൾ, അക്നെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ സ്കിൻ ടോണിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നത്, ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കെല്ലാം, അലർജിക് പ്രോബ്ലംസിനും അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വളരെയധികം ഹെൽപ്ഫുൾ ആണ് ഡെറ്റോൾ. ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഡെറ്റോൾ ബോട്ടിൽ തുറക്കുക, അതിൽ നിന്ന് കുറച്ച് ഡെറ്റോൾ അതിന്റെ മൂടിയിൽ തന്നെ എടുത്തിട്ട് നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുക. എന്നിട്ട് ആ വെള്ളത്തിൽ നിങ്ങൾ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിയെ ഹൈജീനിക് ആക്കി വെക്കുവാൻ വേണ്ടി ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. ഇങ്ങനെ ഡെറ്റോൾ ഒഴിച്ച വെള്ളം കൊണ്ട് നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ആ വെള്ളം നിങ്ങൾ തലയിൽ ഒഴിക്കരുത്. അതായത് അതുകൊണ്ട് മുഖവും കഴുകാൻ പാടില്ല. അത് നിങ്ങളുടെ ബോഡി വാഷ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ. മുഖം കഴുകുന്നത്, തല കഴുകുന്നതൊക്കെ വേറെ വെള്ളം കൊണ്ടായിരിക്കണം. ഇങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇല്ലെങ്കിൽ പോലും ആഴ്ചയിൽ ഒരു 2-3 ദിവസമെങ്കിലും ഡെറ്റോൾ കുറച്ച് ഒഴിച്ചിട്ടുള്ള വെള്ളം കൊണ്ട് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ കൂടുതലായിട്ടും ബാക്ടീരിയകളും മറ്റും പെരുകുന്നതിൽ നിന്ന് കൂടുതൽ സംരക്ഷണം കിട്ടും. ബോഡി ഹൈജീനിക് ആയിട്ട് നിൽക്കും. അടുത്തതാണ് സൺസ്ക്രീൻ. ഇത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്, വെയിൽ കൊള്ളേണ്ടി വരുന്ന സമയത്തെല്ലാം അപ്ലൈ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ബോഡിയിലേക്ക് വെയിൽ ഡയറക്റ്റ് ഏൽക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ലേപനമാണ് സൺസ്ക്രീൻ. ഇത് നിങ്ങൾക്ക് സൂര്യനിൽ നിന്നുണ്ടാവുന്ന ആഘാതങ്ങൾ കുറയ്ക്കുവാൻ വേണ്ടി, നിങ്ങളുടെ ബോഡിയുടെ കളർ പെട്ടെന്ന് ഡള്ളാകുന്നതിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നല്ല സൺസ്ക്രീൻ ഏതാണെന്നുള്ളത് നിങ്ങൾ മാർക്കറ്റിൽ അന്വേഷിച്ചാൽ അറിയുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചാലും പറഞ്ഞു തരുന്നതായിരിക്കും. അങ്ങനെ നിങ്ങളൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിയെ സൂര്യന്റെ താപത്തിൽ നിന്നും അതുമൂലം ഉണ്ടാകുന്ന ഡൾനെസ്സിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ കഴിയും. ഏഴാമത്തതാണ് ലിപ് ബാം. നിങ്ങളുടെ കയ്യിൽ നല്ലൊരു കമ്പനിയുടെ ഒരു ലിപ് ബാം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് തണുപ്പ് സീസണുകളിലെല്ലാം ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ലിപ്പ് കൂടുതൽ ഡ്രൈ ആവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പിഗ്മെന്റേഷൻ ആയി മാറും. അത് നിങ്ങളുടെ ലിപ്പിനെ പൊട്ടിക്കും. അതുപോലെ തന്നെ ലിപ്പിൽ കറുത്ത നിറം വരും. ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് കാരണം എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഒരു ലിപ് ബാം ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുന്ന സമയത്തെല്ലാം, പ്രത്യേകിച്ച് പുറത്തിറങ്ങുന്ന സമയത്തെല്ലാം ലിപ് ബാം തീർച്ചയായിട്ടും നിങ്ങൾ യൂസ് ചെയ്യണം. എട്ടാമത്തതാണ് നെക്ക് ക്ലീനർ. അതായത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ നല്ലൊരു നെക്ക് ക്ലീനർ നിങ്ങൾ വാങ്ങി വെക്കണം. ഇത് നിങ്ങളുടെ കഴുത്തിന്റെ പിറകുവശത്തും സൈഡിലെല്ലാം ഒരു കറുത്ത നിറം കയറുന്ന കണ്ടിട്ടില്ലേ? ഈ ഒരു പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് നിങ്ങൾക്ക് നെക്കിൽ മാത്രമല്ല, നിങ്ങളുടെ എൽബോയുടെ അടിയിൽ ഉണ്ടാകുന്ന കറുപ്പ് നിറം മാറ്റുവാനും ഇതിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. നെക്ക് ക്ലീനർ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഒരു ക്ലീനിങ് എഫക്റ്റ് ഉണ്ടാക്കി തരും. മാത്രമല്ല നിങ്ങളുടെ കളർ ഷെയ്ഡുകളൊക്കെ ഒന്ന് കോമ്പിനേഷൻ ചെയ്തു തരാൻ വേണ്ടിയിട്ട് നെക്ക് ക്ലീനർ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രോഡക്റ്റ് ആണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകേണ്ടത് ഫേസ് പാക്ക് ആണ്. ഏതെങ്കിലും ഒരു നല്ല കമ്പനിയുടെ ഒരു ഫേസ് പാക്ക്. ഇത് നിങ്ങളുടെ ഫേസിലെ സ്കിന്നിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഫേസ് പാക്ക് നിങ്ങളോട് വാങ്ങാൻ പറയുന്നത്. ഒന്നുകിൽ നിങ്ങൾക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വീട്ടിൽ നിന്ന് എങ്ങനെയാണ് ഫേസ് പാക്ക് ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല കമ്പനികളുടെ നല്ല ഫേസ് പാക്കുകൾ നിങ്ങൾ വാങ്ങിയിട്ട് ഉപയോഗിക്കുക. ഫേസിൽ ഇടയ്ക്കൊക്കെ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അടുത്ത പോയിന്റ്, അതായത് ലാസ്റ്റ് പോയിന്റാണ് പെർഫ്യൂം. നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള, ആളുകൾക്ക് അധികം കുത്തലുണ്ടാക്കാത്ത, സൂത്തിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്മെല്ലിന്റെ പെർഫ്യൂം ചൂസ് ചെയ്യുക. ഒരു 2-3 തരം പെർഫ്യൂംസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒക്കേഷൻ അനുസരിച്ച് അത് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊരു അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി ആക്കിയിട്ട് മാറ്റും. മാത്രമല്ല നിങ്ങളുടെ ബോഡിയുടെ ബാഡ് സ്മെല്ല് മറ്റുള്ളവർക്ക് തീരെ ഇഷ്ടാവില്ല. അത് കാരണം മറ്റുള്ളവരിൽ നമ്മളിൽ നിന്ന് അകലം പാലിച്ച് പോകാതിരിക്കുവാൻ വേണ്ടിയിട്ടും നിങ്ങളൊരു പെർഫ്യൂം യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. എന്നാൽ പെർഫ്യൂംസ് വാങ്ങുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് വളരെയധികം ഹാർഡായിട്ടുള്ള സ്മെല്ലായിരിക്കരുത്, വളരെ സോഫ്റ്റ് സ്മെല്ലായിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞ 10 ഗ്രൂമിംഗ് പ്രോഡക്ട്സ്. ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. നിങ്ങൾ ഗ്രൂമിംഗ് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ 10 പ്രോഡക്ട്സ് നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കണം, വീഡിയോയെക്കുറിച്ച് കമൻറ്റ് ചെയ്യണം. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.